ജീവൻ മുക്തി വിവേകം മനോനാശപ്രകരണം ഓഡിയോ ബുക്ക് തുടരുന്നു. നിരോധ സമാധ്യുപായം. നിരോധ സമാധി നേടാനുള്ള ഉപായവും പതഞ്ജലി വിവരിച്ചിട്ടുണ്ട്. വിരാമപ്രത്യയാഭ്യാസപൂർവകഃ സംസാരശേഷോന്യഃ. സങ്കല്പങ്ങൾ പൂർണ്ണമായി നിൽക്കുകയാണ് വിരാമം. അതിനുവേണ്ടിയുള്ള പുരുഷപ്രയത്നമാണ് പ്രത്യയം. ചിത്തവൃത്തികളെ പൂർണ്ണമായി ഉപശമിപ്പിക്കുവാനുള്ള യത്നം വീണ്ടും വീണ്ടും ആവർത്തിച്ച് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് അഭ്യാസം. ഈ അഭ്യാസം കൊണ്ട് ഉപശമിക്കുന്ന ചിത്തം സ്വരൂപം വെടിഞ്ഞ് സംസ്കാരമാത്രമായി അവശേഷിക്കുന്നു. ഈ അഭ്യാസം കൊണ്ട് ഉപശമിക്കുന്ന ചിത്തം സ്വരൂപം വെടിഞ്ഞ് സംസ്കാരമാത്രമായി അവശേഷിക്കുന്നു. ഇതാണ് നിരുദ്ധ ചിത്തം അഥവാ അസംപ്രജ്ഞാത സമാധി. പ്രസ്തുത സൂത്രത്തിന് തൊട്ടു മുമ്പായി സംപ്രജ്ഞാത സമാധിയെ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂത്രത്തിലെ അന്യശബ്ദം അസംപ്രജ്ഞാത സമാധിയെ കുറിക്കുന്നു എന്നറിയേണ്ടതാണ്. അസംപ്രജ്ഞാത സമാധിയിൽ വൃത്തികൾ പാടെ ഉപശമിച്ച ചിത്തം അസംപ്രജ്ഞാത സമാധിയിൽ വൃത്തികൾ പാടെ ഉപശമിച്ച ചിത്തം സ്പഷ്ടമായി പ്രകടമാകാതിരിക്കുന്നതുകൊണ്ടാണ് സംസ്കാരരൂപത്തിൽ ശേഷിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. വിരാമ പ്രയത്നം കൊണ്ട് രൂപം കൊള്ളുന്ന ചിത്തത്തെ ഭഗവാൻ ഗീത 6-ാം അധ്യായത്തിൽ സ്പഷ്ടമായി വിവരിച്ചിട്ടുണ്ട്. സങ്കൽപ്പിച്ചാഗ്രഹിക്കുന്ന എല്ലാ കാമങ്ങളെയും നിശ്ശേഷം വെടിയണം. പൂമാല, ചന്ദനം, വനിത, പുത്രമിത്രാദികൾ, വീട്, വസ്തുവകകൾ ഇവയൊക്കെയാണ് സങ്കൽപ്പിച്ചാഗ്രഹിക്കുന്ന കാമങ്ങൾ. മോക്ഷശാസ്ത്ര കുശലന്മാരായ വിവേകികൾ ഇവയൊക്കെ സ്പഷ്ടങ്ങളായ ദോഷങ്ങൾ കൊണ്ട് ദുഷിതങ്ങളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. എങ്കിലും അനാദിയായ അവിദ്യയ്ക്ക് വശപ്പെട്ടു പോയവർക്ക് ഇവയിലുള്ള ദോഷങ്ങൾ കാണാൻ കഴിയുന്നില്ല. ദോഷങ്ങൾ മറയ്ക്കപ്പെട്ടാൽ അവിദ്യാവശകന്മാരുടെ മനസ്സ് അവയിൽ പറ്റിക്കൂടി മോഹബദ്ധമായി തീരും. അവ അഭികാമ്യ പദാർത്ഥങ്ങളാണെന്ന് സങ്കല്പിക്കാനും തുടങ്ങും. തുടർന്ന് സങ്കല്പശക്തിക്ക് വശപ്പെട്ട് ഇതെനിക്ക് വേണം എന്നിങ്ങനെ വിവിധ കാമങ്ങൾക്ക് രൂപം നൽകും. ഇങ്ങനെ സങ്കല്പിച്ചാഗ്രഹിക്കുന്ന കാമങ്ങളെയാണ് നിശ്ശേഷം വെടിയാൻ ഭഗവാൻ ആവശ്യപ്പെടുന്നത്. മറ്റൊരു സ്മൃതിയും ഇക്കാര്യം സ്പഷ്ടമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാമങ്ങളുടെയെല്ലാം നാരായ വേര് സങ്കല്പമാണ്. ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന സകല യജ്ഞങ്ങളും സങ്കല്പപ്രഭവങ്ങളാണ്. കാമ ജാനാമി തേ മൂലം സങ്കൽപ്പാത് കില ജായസേ ന ത്വാം സങ്കൽപ്പയിഷ്യാമി സമൂലസ്ത്വം വിനക്ഷ്യസി. ഹേ കാമ, നിന്റെ ഉറവിടം എനിക്ക് നല്ലപോലെ വെളിപ്പെട്ടിരിക്കുന്നു. സങ്കല്പമാണ് നിനക്ക് ജന്മമരുളുന്നത്. ഞാൻ നിന്നെ സങ്കൽപ്പിക്കുന്നില്ലെന്നു വന്നാൽ നീ വേരോടെ നശിക്കുന്നതാണ്. വിവേകം കൊണ്ട് വിഷയദോഷങ്ങൾ തെളിഞ്ഞാൽ ശ്വാവ് ഛർദ്ദിച്ച പായസമെന്ന പോലെ കാമങ്ങൾ ത്യജിക്കപ്പെടുന്നു. പൂമാല, ചന്ദനം എന്നിത്യാദിയിലുള്ള കാമങ്ങൾ പോലെ തന്നെ ബ്രഹ്മലോകം, അണിമാദ്യ അഷ്ടൈശ്വര്യങ്ങൾ എന്നിവയിലൊക്കെയുള്ള കാമങ്ങൾ ഉപേക്ഷിക്കപ്പെടേണ്ടവയാണ്. എല്ലാ കാമങ്ങളെയും ഉപേക്ഷിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതിനർത്ഥം ഇതാണ്. 1 മാസം വ്രതനിഷ്ഠയോടെ ഉപവാസമനുഷ്ഠിക്കുന്നയാൾ ആ മാസത്തിൽ ഭക്ഷണം ഉപേക്ഷിക്കുന്നു. എന്നാൽ വ്രതം അവസാനിക്കുന്നതോടെ ഭക്ഷണകാമം വീണ്ടും ഉണ്ടാകുന്നു. യോഗിയുടെ കാമത്യാഗത്തിന് ഈ ദോഷം വരാതിരിക്കണമെന്ന് കരുതിയാണ് എല്ലാ കാമങ്ങളും നിശ്ശേഷം ഉപേക്ഷിക്കണമെന്ന് നിശ്ശേഷം എന്ന വിശേഷണം ചേർത്തിരിക്കുന്നത്. എല്ലാ കാമങ്ങളെയും നിശ്ശേഷം വെടിഞ്ഞ ശേഷം
ചുറ്റുപാടുമുള്ള വിഷയങ്ങളിൽ നിന്നും മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കി ഉറപ്പിക്കണം. ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ രൂപാദി വിഷയങ്ങളിൽ സ്വാഭാവികമായി പറ്റി നിൽക്കാൻ തുനിഞ്ഞെന്നു വരാം. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവസിദ്ധമായ ഈ പ്രവൃത്തിയെ പ്രയത്നപൂർവം മനസ്സുകൊണ്ട് പിന്തിരിപ്പിക്കേണ്ടതാണ്. ദേവതാദർശനം തുടങ്ങിയവയിൽ പോലും ഇന്ദ്രിയങ്ങൾ പ്രലോഭിതങ്ങളാവാൻ പാടില്ല. ദേവതാദർശനം തുടങ്ങിയവയിൽ പോലും ഇന്ദ്രിയങ്ങൾ പ്രലോഭിതങ്ങളാവാൻ പാടില്ല. ഭൂമികാക്രമേണയുള്ള ചിത്തജയം. കാമത്യാഗവും ഇന്ദ്രിയ നിയമനവും അഭ്യസിച്ചിട്ട് ഘട്ടം ഘട്ടമായി മനസ്സിനെ ക്രമേണ ഉപശമിപ്പിച്ച് സമ്പൂർണ്ണ നിരോധം സാധിക്കേണ്ടതാണ്. ഇക്കാര്യമാണ് ഭഗവാൻ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നത്. ശനൈഃ ശനൈരുപരമേത് ബുദ്ധ്യാ ധൃതിഗൃഹീതയാ ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ധൈര്യപൂർവം ബുദ്ധിയെ പിടിച്ചു നിർത്തി ഘട്ടം ഘട്ടമായി ഉപശമിപ്പിക്കേണ്ടതാണ്. മനസ്സിനെ ആത്മനിഷ്ഠമാക്കി തീർത്തിട്ട് യാതൊന്നും ചിന്തിക്കാതെ കഴിഞ്ഞുകൂടണം. ചഞ്ചലമായ മനസ്സ് ആത്മാവിനെ വിട്ട് മറ്റെന്തിലെങ്കിലും പറ്റിക്കൂടാൻ മുതിർന്നാൽ അവിടെ നിന്നൊക്കെ അതിനെ പിന്തിരിപ്പിച്ച് ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കാൻ യത്നിക്കേണ്ടതാണ്. മനസ്സിനെ ഘട്ടം ഘട്ടമായി ഉപശമിപ്പിക്കണമെന്ന് കാണിക്കാനാണ് ശ്ലോകത്തിൽ ശനൈഃ ശനൈഃ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഉപശമിപ്പിക്കേണ്ട 4 ഘട്ടങ്ങൾ കഠോപനിഷത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. യച്ഛേദ്വാങ് മനസി പ്രാജ്ഞഃ തദ്യച്ഛേത് ജ്ഞാന ആത്മനി ജ്ഞാനമാത്മനി മഹതി നിയച്ഛേത് തദ്യച്ഛേച്ഛാന്ത ആത്മനി. വാക്കിനെ മനസ്സിൽ ഉപശമിപ്പിക്കണം. മനസ്സിനെ ജ്ഞാനാത്മാവിലും ജ്ഞാനാത്മാവിനെ മഹാനായ ആത്മാവിലും മഹാത്മാവിനെ ശാന്താത്മാവിലും ഉപശമിപ്പിക്കണം. വാഗ്വ്യാപാരം 2 വിധമാണ്, ലൗകികമെന്നും വൈദികമെന്നും. വെറുതെ അതുമിതും പറഞ്ഞ് കഴിച്ചു കൂട്ടുന്നതാണ് ലൗകികമായ വാഗ്വ്യാപാരം. മന്ത്രജപം, നാമസങ്കീർത്തനം മുതലായവയാണ് വൈദികമായ വാഗ്വ്യാപാരം. ഇവയിൽ ലൗകികമായ വാഗ്വ്യാപാരം വിവിധ വിക്ഷേപങ്ങളുണ്ടാക്കി മനസ്സിനെ സദാ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അക്കാരണത്താൽ യോഗി സമാധി വിട്ടിരിക്കുമ്പോഴും ലൗകിക വാഗ്വ്യാപാരം പരിത്യജിക്കേണ്ടതാണ്. ഇക്കാര്യം സ്മൃതി ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. മൗനം യോഗാസനം യോഗസ്ഥിതിക്ഷൈകാന്തശീലത നിസ്പൃഹത്വം സമത്വം ച സപ്തൈതാന്യേകദണ്ഡിനഃ. മൗനം, യോഗാസനം, ഏകാഗ്രത, ദുഃഖസഹിഷ്ണുത, ഏകാന്തപ്രിയത, ആഗ്രഹമില്ലായ്മ, സമത്വം, ഈ 7 കൂട്ടവും സന്യാസിക്ക് ഉണ്ടായിരിക്കേണ്ടവയാണ്. നിരോധ സമാധി പരിശീലന വേളയിൽ ജപാതി വൈദിക വാഗ്വ്യാപാരവും ഉപേക്ഷിക്കപ്പെടണം. ഇതാണ് വാങ് നിരോധം എന്ന 1ാമത്തെ ഭൂമിക. ഈ 1ാം ഘട്ടം പ്രയത്നപൂർവം ഏതാനും ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ദൃഢമായി ജയിച്ച് വശത്താക്കണം. തുടർന്ന് 2ാം ഘട്ടമായി മനോഭൂമിക കീഴടക്കാനുള്ള യത്നം ആരംഭിക്കണം. അനേകം പടികൾ കയറി എത്താനുള്ള മാളികയിൽ ആദ്യത്തെ പടി തന്നെ കടക്കാൻ കഴിഞ്ഞില്ലെന്നു വന്നാൽ അതിന് മുകളിലുള്ള പടികളിൽ എത്താൻ കഴിയുകയില്ലെന്ന് തീർച്ചയാണല്ലോ. അതുപോലെ വാഗ്ഭൂമിയെ ജയിക്കാൻ കഴിയാത്തയാൾക്ക് ഉപരിതനയോഗ ഭൂമികകൾ അപ്രാപ്യങ്ങളായി പോകും. ഇവിടെ ചക്ഷുരാദി ഇന്ദ്രിയങ്ങളെ ജയിക്കുന്ന കാര്യം പറയാത്തതെന്തെന്ന് സംശയം വരാം. അവ വാഗ്ഭൂമികയിലാണോ അവ
വാഗ്ഭൂമികയിലോ മനോഭൂമികയിലോ അന്തർഭവിക്കുന്നവയാണെന്ന് കാണേണ്ടതാണ്. ഇവിടെ വീണ്ടും ഒരു സംശയം വരാം. വാക്കിനെ മനസ്സിലടക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. വാക്കും മനസ്സും പ്രത്യേകം ഇന്ദ്രിയങ്ങളല്ലേ? ഒരിന്ദ്രിയത്തിന് മറ്റൊരിന്ദ്രിയത്തിൽ എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? ഈ സംശയം ശരിയല്ല. വാക്കിനെ മനസ്സിൽ ഉപശമിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഒരിന്ദ്രിയത്തെ മറ്റൊരിന്ദ്രിയത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ആരും അർത്ഥമാക്കുന്നില്ല. വാക്കും മനസ്സും വിവിധ വിക്ഷേപങ്ങളെ ഉളവാക്കുന്ന രണ്ട് ഇന്ദ്രിയങ്ങളാണ്. അവയിൽ ആദ്യം വാഗ്വ്യാപാരത്തെ തടഞ്ഞ് മനോവ്യാപാരത്തെ മാത്രം അവശേഷിപ്പിക്കണമെന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. പശു, പോത്ത്, കുതിര മുതലായ മൃഗങ്ങൾക്കെന്ന പോലെ വാങ് നിരോധം സ്വാഭാവികമായി തീർന്നാൽ തുടർന്ന് മനസ്സിനെ ജ്ഞാനാത്മാവിൽ ഉപശമിപ്പിക്കാൻ യത്നമാരംഭിക്കേണ്ടതാണ്. ജ്ഞാനാത്മാ, മഹാത്മാ, ശാന്താത്മാ എന്നിങ്ങനെ ആത്മാവ് 3 വിധമുണ്ട്. ഞാൻ ഇവിടെയുണ്ട് എന്നിങ്ങനെ ജ്ഞാതാവിനെ പ്രകടമാക്കുന്ന അഹങ്കാരത്തെയാണ് ജ്ഞാനാത്മ ശബ്ദത്തിലെ ജ്ഞാനപദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഉപശമിപ്പിക്കപ്പെടേണ്ട മനസ്സിനെ അഹങ്കാരത്തിൻ്റെ ഉപകരണമായി വേർതിരിച്ച് കാണേണ്ടതാണ്. വിശേഷരൂപമെന്നും സാമാന്യരൂപമെന്നും അഹങ്കാരം 2 വിധമുണ്ട്. ഞാൻ ഈ ശരീരമാണ്, ഇന്നാരുടെ പുത്രനാണ് എന്നൊക്കെ വേർതിരിച്ചു കാണുന്നതാണ് വിശേഷരൂപത്തിലുള്ള അഹങ്കാരം. ഞാനുണ്ട് എന്നു മാത്രം അനുഭവിക്കുന്നതാണ് സാമാന്യരൂപത്തിലുള്ള അഹങ്കാരം. ഈ സാമാന്യ അഹങ്കാരം എല്ലാ വ്യക്തികളിലും വ്യാപിച്ചു നിൽക്കുന്നതായതുകൊണ്ട് ഇതിനെ മഹാൻ എന്ന് വിളിക്കുന്നു. ഈ ഭിന്ന അഹങ്കാരങ്ങളോട് കൂടി ചേരുമ്പോൾ ആത്മാവ് 2ആയി പിരിയുന്നു. വിശേഷ അഹങ്കാരത്തോടുകൂടിയ ആത്മാവിനെ ജ്ഞാനാത്മാവെന്നും സാമാന്യ അഹങ്കാരത്തോടുകൂടിയ ആത്മാവിനെ മഹാത്മാവെന്നും വിളിക്കുന്നു. അഹങ്കാര ഉപാധി നിശേഷം ഉപശമിച്ച ആത്മാവാണ് ശാന്താത്മാവ്. ഇത് ഉള്ളിലും പുറത്തും സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചിദേകരസമായ ബോധമാണ് ശാന്താത്മാവ്. ഇതിൽ നിന്നും പ്രകടമാകുന്ന ജഡശക്തി രൂപമായ അവ്യക്തമാണ് മൂലപ്രകൃതി. മൂലപ്രകൃതിയുടെ ആവിർഭാവത്തോടെ ഒരു ശൂന്യതയുടെ അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇതിന് അവ്യക്തം എന്ന് പേരിട്ടിരിക്കുന്നത്. മൂലപ്രകൃതി ആദ്യം മഹത്തത്വമെന്ന പേരോടുകൂടി സാമാന്യ അഹങ്കാര രൂപത്തിൽ പ്രകടമാകുന്നു. അത് തുടർന്ന് വിജ്ഞാനാഹങ്കാര രൂപത്തിലും തതുപരി മനോരൂപമായും തദനന്തരം വാഗാതീന്ദ്രിയ രൂപത്തിലും പ്രത്യക്ഷപ്പെടുന്നു. ഇക്കാര്യം വെളിപ്പെടുത്താനാണ് അനുഭവങ്ങളുടെ ക്രമമായ ആന്തര സ്വഭാവം കഠോപനിഷത്ത് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. ഇന്ദ്രിയേഭ്യഃ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ ബുദ്ധേരാത്മാ മഹാൻ പരഃ മഹതഃ പരമവ്യക്തമവ്യക്താത് പുരുഷഃ പരഃ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ഠാ സാ പരാഗതിഃ. ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളാണ് ശബ്ദസ്പർശാദി വിഷയങ്ങൾ. ശബ്ദസ്പർശാദികളെ പ്രകാശിപ്പിക്കാനുള്ള ഉപകരണങ്ങളാണല്ലോ ഇന്ദ്രിയങ്ങൾ. വിഷയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. മനസ്സിനേക്കാൾ ബുദ്ധിയും ബുദ്ധിയേക്കാൾ മഹാത്മാവും മഹാത്മാവിനേക്കാൾ അവ്യക്തവും സൂക്ഷ്മങ്ങളാകുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. ഇന്ദ്രിയങ്ങളെക്കാൾ സൂക്ഷ്മങ്ങളാണ് ശബ്ദസ്പർശാദി വിഷയങ്ങൾ. ശബ്ദസ്പർശാദികളെ പ്രകാശിപ്പിക്കാനുള്ള ഉപകരണങ്ങളാണല്ലോ ഇന്ദ്രിയങ്ങൾ. വിഷയങ്ങളെക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. മനസ്സിനേക്കാൾ ബുദ്ധിയും ബുദ്ധിയേക്കാൾ മഹാത്മാവും മഹാത്മാവിനേക്കാൾ അവ്യക്തവും സൂക്ഷ്മങ്ങളാകുന്നു. അവ്യക്തത്തിനേക്കാളും സൂക്ഷ്മമാണ് പുരുഷൻ.
നിലനിൽപ്പിൻ്റെ അന്തിമ സീമയും മറ്റെല്ലാറ്റിനും ചെന്ന് ലയിക്കാവുന്ന ഇടവുമാണ് പുരുഷൻ. ഈ സ്ഥിതി അറിഞ്ഞാൽ പലവിധ സങ്കല്പ വികല്പ രൂപത്തിൽ ഉപകരണമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ വിശേഷാഹങ്കാര രൂപിയായ ജ്ഞാനാത്മാവിൽ ഉപശമിപ്പിക്കേണ്ടതാണ്. മനോവ്യാപാരങ്ങളെ ഉപേക്ഷിച്ച് അഹങ്കാരത്തെ മാത്രം അവശേഷിപ്പിക്കേണ്ടതാണെന്ന് ചുരുക്കം. ഇത് അസാധ്യമാണെന്ന് കരുതിക്കൂടാ. വായുവിനെ പിടിച്ചു കെട്ടുന്നതുപോലെ മനോനിഗ്രഹം ദുഷ്കരമാണെന്ന് പറയുന്ന അർജുനനെ ഭഗവാൻ സമാധാനിപ്പിക്കുന്നത് നോക്കുക. അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യത്തെ. വീരനായ അർജുന, നീ പറയുന്ന പോലെ മനസ്സ് തീർച്ചയായും ചഞ്ചലവും ശമിപ്പിക്കാൻ പ്രയാസമുള്ളതുമാണ്. എന്നാൽ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും അത് വശപ്പെട്ട് കിട്ടും. മനസ്സിനെ ഒരിടത്ത് പിടിച്ചു നിർത്താനുള്ള യത്നമാണ് അഭ്യാസം. സ്വർഗീയ സുഖങ്ങൾ ഉൾപ്പെടെയുള്ള ലോകസുഖങ്ങളിൽ മടുപ്പ് തോന്നുന്നതാണ് വിരക്തി. എന്നാൽ ക്രമമായി ആദ്യമുള്ള ഭൂമികകളെ ദൃഢമായി ജയിക്കാത്ത അസംയതാത്മാവിന് മനോജയരൂപത്തിലുള്ള യോഗം എളുപ്പത്തിൽ നേടാൻ കഴിയുന്നതല്ല. ക്രമേണ ഭൂമികകളെ ദൃഢമായി ജയിക്കുന്ന വശ്യാത്മാവിന് ഉപായം കൊണ്ട് എളുപ്പത്തിൽ യോഗം നേടാൻ കഴിയുന്നു. ഉപായം കൊണ്ട് മനസ്സിനെ ജയിക്കേണ്ടത് എന്നാണ് ഗൗഡപാദാചാര്യർ ദൃഷ്ടാന്ത സഹിതം വിവരിച്ചിട്ടുണ്ട്. ഉത്സേക ഉദധേര്യദ്വത് കുശാഗ്രേണൈക ബിന്ദുന മനസോ നിഗ്രഹസ്തദ്വത് ഭവേദപരിഖേദതഃ. കുശപ്പുല്ലിൻ മുന മുക്കി തുള്ളി തുള്ളിയായി സമുദ്രജലം തേകി വറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെ മുഷിയാതെ പരിശ്രമിക്കുന്നവർക്ക് മനോനിഗ്രഹം നേടാൻ സാധിക്കും. തളരാതെ ശ്രമം തുടർന്നാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതാണ്. എത്ര ബലവാനായാലും അനേകം പേരെ ശത്രുക്കളാക്കി തീർക്കുന്നത് അപകടമാണ്. ഒരു കുരുവിപ്പക്ഷി സമുദ്രത്തെ തോൽപ്പിച്ച കഥയുണ്ട്. ഒരിക്കൽ ഒരു കുരുവിപ്പക്ഷി സമുദ്രക്കരയിൽ മുട്ടയിട്ടു. തിരമാലകൾ ആ മുട്ട ഒഴുക്കിക്കൊണ്ടുപോയി. എന്നാൽ ഞാൻ സമുദ്രം വറ്റിക്കുന്നുണ്ട് എന്ന് ആ പക്ഷി തീരുമാനിച്ചു. കൊക്കിൻ്റെ അറ്റത്ത് ഓരോ തുള്ളിയായി വെള്ളം കോരിയെടുത്ത് ദൂരെ കൊണ്ടൊഴിക്കാൻ തുടങ്ങി. ബന്ധുക്കളായ പക്ഷികൾ തടഞ്ഞുവെങ്കിലും കൂട്ടാക്കിയില്ല. ആ പക്ഷികളെല്ലാം സഹായത്തിനെത്തി. പക്ഷികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് ക്ലേശിക്കുന്നത് കണ്ട് കൃപാലുവായ നാരദൻ ഗരുഡനെ അവരുടെ സഹായത്തിനായി പറഞ്ഞയച്ചു. ഗരുഡൻ്റെ ചിറകടിയേറ്റ് വെള്ളം വറ്റാൻ തുടങ്ങിയപ്പോൾ സമുദ്രം ഭയന്നു വിറച്ച് മുട്ട കൊണ്ടുവന്ന് കുരുവിക്ക് നൽകി. ഇതുപോലെ മനോനിരോധം എന്ന പരമലക്ഷ്യത്തെ മുൻനിർത്തി അവിശ്രാന്തം പരിശ്രമിക്കുന്ന യോഗിയെ കരുണാനിധിയായ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. മനോനിഗ്രഹത്തിനുള്ള ഉപായങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ് തളർച്ചയില്ലായ്മ. മനോനിഗ്രഹത്തിനുള്ള ഉപായങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ് തളർച്ചയില്ലായ്മ. ചോറുണ്ണുന്നയാൾ ഓരോ ഉരുള ഭക്ഷിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് പലതരം കറികൾ കൂട്ടി ആസ്വദിക്കാറുണ്ടല്ലോ. അതുപോലെ ലോകഭോഗങ്ങൾ അനുഭവിക്കുന്നതിനിടയ്ക്ക് മനോനിഗ്രഹ ഉപായങ്ങളും ശീലിക്കേണ്ടതാണ്. വസിഷ്ഠൻ ഇക്കാര്യം വെളിപ്പെടുത്തുന്നു. ചിത്തസ്യ ഭോഗൈർദ്വൗ ഭാഗൗ ശാസ്ത്രേണൈകം പ്രപൂരയേത് ഗുരുശുശ്രൂഷയാ ഭാഗം അവ്യുക്തസ്യ സത്ക്രമേ. ഒരിക്കൽ കൂടി വായിക്കാം. ചിത്തസ്യ ഭോഗൈർദ്വൗ ഭാഗൗ ശാസ്ത്രേണൈകം പ്രപൂരയേത് ഗുരുശുശ്രൂഷയാ ഭാഗമവ്യുക്തന്നസ്യ സത്ക്രമേ. സത്യാന്വേഷണത്തിൽ ബുദ്ധിക്ക് ഉറപ്പു വന്നിട്ടില്ലാത്തയാൾ ആരംഭത്തിൽ മനസ്സിനെ നാലായി വിഭജിച്ച് രണ്ടു ഭാഗം ലൗകിക സുഖങ്ങൾ അനുഭവിക്കാൻ ഉപയോഗിച്ചു കൊള്ളണം. ഒരു ഭാഗം ശാസ്ത്രപഠനത്തിനും
നാലാമത്തെ ഭാഗം ശുശ്രൂഷയ്ക്കും ഗുരു ശുശ്രൂഷയ്ക്കുമായി വിനിയോഗിക്കണം. മനസ്സ് കുറേയൊക്കെ നിയന്ത്രണാധീനമായി കഴിഞ്ഞാൽ ഒരു ഭാഗം ലൗകിക സുഖാനുഭവങ്ങൾക്കായി നീക്കിവെച്ചുകൊണ്ട് 2 ഭാഗം ഗുരു ശുശ്രൂഷയ്ക്കും നാലാമത്തെ ഭാഗം ശാസ്ത്രവിചാരത്തിനും വിനിയോഗിക്കണം. വ്യുത്പത്തിമുപയാതസ്യ പൂരയേച്ഛേതസോന്വഹം ദ്വൗ ഭാഗൗ ശാസ്ത്രവൈരാഗ്യൈഃ ദ്വൗ ധ്യാനഗുരുപൂജയാ. നല്ല പക്വത വന്നു കഴിഞ്ഞാൽ പിന്നെ ചിത്തത്തിൻ്റെ 2 ഭാഗം ശാസ്ത്രവൈരാഗ്യങ്ങളെ കൊണ്ടും മറ്റു 2 ഭാഗം ധ്യാനവും ഗുരുപൂജയും കൊണ്ടും നിറച്ച് ജീവൻ മുക്തിക്കായി യത്നിക്കേണ്ടതാണ്. അല്പനേരം, അതായത് 1 നാഴികയോ അരനാഴികയോ ധ്യാനം അഭ്യസിച്ചിട്ട് പിന്നെ കുറേ നേരം ഗുരുവിനെ സമീപിച്ച് പരിചരിച്ച് ശാസ്ത്രം ശ്രവിക്കണം. അനന്തരം ദേഹധാരണത്തിനായുള്ള ലോകകാര്യങ്ങൾ നിർവഹിച്ച ശേഷം വീണ്ടും യോഗ പരിശീലനത്തിലും ഗുരു ശുശ്രൂഷയിലും ഏർപ്പെടണം. ഇങ്ങനെ യോഗപ്രധാനമായി ദിനചര്യ കഴിച്ചുകൂട്ടിയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്നേ ദിവസം എത്ര സമയം യോഗ സാധനകൾക്കായി ചിലവഴിച്ചു എന്ന് കണക്ക് കൂട്ടി നോക്കണം. ഇങ്ങനെ ദിനം തോറുമോ ആഴ്ച തോറുമോ അഥവാ മാസം തോറുമോ യോഗാനുഷ്ഠാന സമയം വർദ്ധിപ്പിക്കാൻ നോക്കണം. ഓരോ ദിവസവും അല്പാൽപം വർധനവുണ്ടാകുന്നതോടെ 1 സംവത്സരം കൊണ്ട് അത് ഗണനീയമാം വിധം പെരുകുന്നു. യോഗകാലം ഇങ്ങനെ വർദ്ധിച്ചാൽ മറ്റു വ്യാപാരങ്ങൾ നടക്കാതായി പോവുകയില്ലേ എന്ന് ശങ്കിക്കാനില്ല. യഥാക്രമം പരിപക്വമായി യോഗനിഷ്ഠയിൽ ഉറയ്ക്കുന്നയാൾക്ക് മറ്റു വ്യാപാരങ്ങൾ ലുപ്തങ്ങളാവട്ടെ, എന്താണ് ദോഷം? അങ്ങനെ യോഗനിഷ്ഠ വരുന്നയാൾ അതോടെ വിദ്വത് സന്യാസത്തിന് അർഹനായിത്തീരുന്നു. ക്രമേണ യോഗനിഷ്ഠ ഉറയ്ക്കുന്നയാൾ ഒരു വിദ്യാർത്ഥിയെപ്പോലെയോ ഒരു കച്ചവടക്കാരനെ പോലെയോ യോഗാരൂഢ പദവിയിൽ എത്തിച്ചേരുന്നു. ഒരു വിദ്യാർത്ഥി പാദാംശം, പാദം, അർദ്ധം, ഋക്ക്, ഋഗ്ദ്വയം, വർഗം എന്ന ക്രമത്തിൽ പഠിച്ച് 10-12 വർഷം കൊണ്ട് അധ്യാപകനായി മാറുന്നു. ഒരു കച്ചവടക്കാരൻ 1 രൂപ 2 രൂപ ക്രമത്തിൽ തൻ്റെ വ്യാപാരം വർദ്ധിപ്പിച്ച് ലക്ഷാധിപതിയോ കോടീശ്വരനോ ആയി മാറുന്നു. അപ്രകാരം ഒരു വിദ്യാർത്ഥിയോടോ കച്ചവടക്കാരനോടോ തുല്യം യോഗ പരിശീലനത്തിന് ആരംഭം കുറിച്ച് മത്സരബുദ്ധിയോടെ അഭ്യാസം തുടരുന്ന സാധകന് അത്രയും കാലം കൊണ്ട് എന്തുകൊണ്ട് യോഗാരൂഢനായി ഭവിച്ചുകൂടാ? അതുകൊണ്ട് യോഗാരൂഢ പദവി കൊതിക്കുന്നയാൾ വീണ്ടും വീണ്ടും പൊന്തിവരുന്ന സങ്കല്പ വികല്പങ്ങളെ ഉദ്ദാലകനെപ്പോലെ പുരുഷപ്രയത്നം കൊണ്ട് പുറം തള്ളണം. തുടർന്ന് വിശേഷ അഹങ്കാര രൂപത്തിലുള്ള ജ്ഞാനാത്മാവിൽ മനസ്സിനെ ഉപശമിപ്പിക്കണം. ഇപ്രകാരം ദ്വിതീയ ഭൂമികാജയം നേടി കുട്ടിയെപ്പോലെയോ ഊമയെപ്പോലെയോ നിർമ്മനസ്ത്വം സ്വാഭാവികമാക്കി തീർക്കണം. ചിദ്വസ്തു ദർശനം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.